ശ്ലോകം 4. ഐ പുരൈവ ചിരായ പരിശ്രുത. ഐ ഭഗവൻ, അല്ലയോ ഭഗവാനെ. ഇവിടെ അല്ലയോ ഹേ എന്നൊക്കെ പറയുന്നതാണ് ഐ. പക്ഷെ അവിടെ ഭഗവാനെ ചേർത്തിക്കൊള്ളണം. അല്ലയോ ഭഗവാനെ. പുരൈവ, പണ്ട് തന്നെ ഇവർ കേട്ടിട്ടുണ്ട്. പരിശ്രുതം, നന്നായി കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിരിക്കുന്നത്? ത്വദനുഭാവ, അങ്ങയുടെ മാഹാത്മ്യം, കൃഷ്ണൻ്റെ മാഹാത്മ്യം. വിഷ്ണു തന്നെയാണല്ലോ കൃഷ്ണനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ മാഹാത്മ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ മാഹാത്മ്യത്തെക്കുറിച്ച് കേട്ടിട്ട് വിലീനഹൃദ, അവരുടെ ഹൃദയം ആ ഭഗവാന്റെ കാരുണ്യം മുതലായ ദയ മുതലായുണ്ടല്ലോ അതിലങ്ങോട്ട് ലീനമായിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകൾ ചിരായ, വളരെ നേരം ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് കിടന്നു. ഭഗവാനെ സ്തുതിക്കുകയാണ്. നുനുഹു സ്തുതിച്ചു. എങ്ങനെയാണ് സ്തുതിച്ചത്? സ്തവൈഹി, സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചു. സ്തോത്രം. എങ്ങനെയുള്ള സ്തോത്രങ്ങൾ? മുനിഭിരപ്യനവാപ്യ, വലിയ ജ്ഞാനികളായ മഹർഷിമാർക്ക് പോലും കിട്ടാത്ത വാക്കുകൾ, കിട്ടാത്ത ആശയങ്ങൾ ഈ നാഗപത്നിമാരൊക്കെ ദേവന്മാരാണ്, ഓർമ്മ വേണം. അവർക്ക് ആ വിധത്തിൽ അവരുടെ ആ മാർഗത്തിൽ മുനിഭിരപ്യനവാപ്യ പഥൈ, അവർക്ക് പോലും പ്രാപിക്കാൻ സാധിക്കാത്ത, അവർക്ക് പോലും പറയാൻ സാധിക്കാത്തതായ വാക്കുകളെ കൊണ്ട് ഭഗവാന്റെ മാഹാത്മ്യത്തിനെക്കുറിച്ച് അത്രത്തോളം അവർക്ക് അറിവുണ്ട്. അതിൻ്റെ സ്തുതികളുണ്ട്. സ്തവൈഹി, ആ സ്തുതികൾ കൊണ്ട് ഭവന്തം നുനുവുഹു, ഭഗവാനെ സ്തുതിച്ചു. എങ്ങനെ? അയന്ത്രിതം, ഒരു തടവുമില്ലാതെ, ആരും തടസ്സപ്പെടുത്താനില്ല. കാളിയൻ തലയൊക്കെ, എല്ലാ തലയും 1000 തലയും താത്തിയിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ. തടസ്സപ്പെടുത്താൻ ആരും ഇല്ലാതെ കണ്ട് ആ നാഗപത്നിമാർ എല്ലാവരും ഭഗവാന്റെ മാഹാത്മ്യത്തെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു. ഇവരുടെ മനസ്സ് പണ്ട് തന്നെ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇവരുടെ മനസ്സ് പരിശുദ്ധമായ മനസ്സാണെന്നർത്ഥം. അതാണ്. അപ്പോൾ മനസ്സ് പരിശുദ്ധമാവണമെങ്കിൽ എന്ത് വേണം? ഭഗവത് കഥകൾ കേൾക്കണം. ഭഗവത് കഥകൾ കേൾക്കുന്ന സമയത്ത് ആ കഥകളുടെ തത്വങ്ങൾ, ജ്ഞാനം നമുക്കറിയും. എല്ലാം ഭഗവാനാണ്. ബാക്കി നമ്മൾ എന്തൊക്കെ കാണുന്നുവോ അത് വാസ്തവത്തിലുള്ള സൃഷ്ടിയല്ല, ഒരു മായയാണ്, ഒരു ഭ്രമമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആ ഭഗവാനിൽ നമുക്ക് ഭക്തി ഉണ്ടാവും. അങ്ങനെ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് കേട്ട് ഇവർക്ക് എന്തെന്നില്ലാത്ത ഭക്തിയുണ്ട്. എന്നാലോ ഈ കാളിയൻ, അവനും കേൾക്കുന്നുണ്ട്, പക്ഷേ അത് ഈ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി അങ്ങോട്ട് പോവുകയാണ്. അത്രയേ ഉള്ളൂ. അവനത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? മനസ്സുകൊണ്ടാണ് ഉൾക്കൊള്ളുന്നത്. അവൻ്റെ മനസ്സ് മുഴുവൻ ചളിയാണ്. രാഗദ്വേഷങ്ങളെ കൊണ്ട്, കാമക്രോധ ലോഭ മോഹ മതമാത്സര്യ ഡംഭാസൂയാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെയാണ് ഒരു കണ്ണാടി 10 കൊല്ലമായിട്ട് തുടച്ചിട്ടില്ല. എത്ര ചളിയുണ്ടാവും ഇരുന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിന്നു, നമ്മുടെ ബിംബം അവിടെ പ്രതിബിംബം കാണുമോ? ഇല്ല, അത്ര ചളിയാണ്. അതുപോലെയാണ് എപ്പോൾ നമ്മുടെ മനസ്സ് നന്നല്ലയോ, ഈ ചട്ടക്കൂടിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ അതിൽ പ്രതിബിംബിക്കുകയാണ്. ആ പ്രതിബിംബമാണ് നമ്മളെ. ആ പ്രതിബിംബം നന്നാവില്ല. കാരണം മനസ്സിലെ ചളി, ആ ചളി മാറണം. അപ്പോൾ ഭഗവാൻ വ്യക്തമായിട്ട് പ്രകാശിക്കും. ഇവരുടെ സ്തുതിയിൽ എന്താ പറയണത്? ഭഗവാനെ, അങ്ങ് ഇവനെ ശിക്ഷിച്ചത് നന്നായി. ഇവനെ അപരാധിയാണ്, ഞങ്ങൾക്കറിയാം. എപ്പോഴും ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളിൽ അവൻ ഏർപ്പെടും, അന്യരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇപ്പം അങ്ങയും അതുപോലെ തന്നെയാണ് അവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇവനെ ശിക്ഷിച്ചത് നന്നായി, പക്ഷെ ഇവൻ ഭാഗ്യവാനാണ്. അങ്ങയുടെ പാദം അവൻ്റെ എല്ലാ ശിരസിലും പതിഞ്ഞില്ലേ? മുനിമാർക്ക് കിട്ടാത്ത ഒരനുഗ്രഹമല്ലേ അവന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവൻ ഭാഗ്യം ചെയ്തവനാണ്. മുനിമാർക്ക് പോലും കിട്ടാത്തതായ ഭാഗ്യമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണയുള്ള ഭക്തന്മാർ എങ്ങനെയുള്ളവരാണ്? ഒന്നിലും ആഗ്രഹമില്ലാത്തവരായിരിക്കും. ഭാഗവതം എടുത്തു പറയുന്നു. അവർക്ക് സ്വർഗം വേണ്ട, സത്യലോകം വേണ്ട, ഈ ലോകത്തിൻ്റെ ചക്രവർത്തിയാക്കാം വേണ്ട, രസാതലത്തിൻ്റെ ആധിപത്യം തരാം വേണ്ട. എന്താ വേണ്ടത്? അങ്ങയിലുള്ള ഭക്തി മാത്രം, ഭഗവാനിലുള്ള ഭക്തി മാത്രമാണ് വേണ്ടത് എന്നാണ് ശരിയായ ഭക്തൻ പറയുക. അങ്ങനെയുള്ള ആ അബലകൾ, ആ നാഗപത്നിമാർ ഭഗവാനെ സ്തുതിച്ചു. വീണ്ടും വീണ്ടും ആ ഭഗവാന്റെ മുമ്പിൽ അവർ നമസ്കരിച്ചു. ഭഗവാനെ, അങ്ങാണ് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നത്. അങ്ങയുടെ ആ പ്രകാശം കൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇവൻ്റെ അഹങ്കാരം മൂലം അവനത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഒന്ന് അങ്ങ് മനസ്സിലാക്കണം, ഇനി അങ്ങ് ചവിട്ടിയാൽ അവൻ മരിക്കും. അപ്പം ഞങ്ങൾ വിധവകളാവും. അതൊരിക്കലും സംഭവിക്കരുതേ, ഞങ്ങളെ വിധവകളാക്കരുതേ. അതുകൊണ്ട് അങ്ങനെ നിർത്തണം, ഇനി ചവിട്ടി നിർത്തണം എന്ന് ഭഗവാനോട് പറഞ്ഞു. ഇതാണ് അവരുടെ സ്തുതി. സ്തുതിയൊക്കെ ഭാഗവത്തിലാണ് പറഞ്ഞിരിക്കുന്നത്.